കൊല്ലം നഗരത്തിലുള്ളവർക്ക് വളരെ സുപരിചിതനാണ് ലോട്ടറി കച്ചവടക്കാരനായ രാജേന്ദ്രൻ. മുണ്ടക്കൽ സ്വദേശിയാണെങ്കിലും വർഷങ്ങളായി നഗരത്തിലെ കടത്തിണ്ണകളിലാണ് താമസം. ഭാര്യയുടെ മരണശേഷം മക്കളുമായി അകന്നു കഴിയുകയാണ്. അതിനിടെ എന്തായിരിക്കും രാജേന്ദ്രന് സംഭവിച്ചത്? നഗരത്തിൽ ലോട്ടറി കച്ചവടം നടത്തി വന്നിരുന്ന രാജേന്ദ്രനെ കഴുത്തിൽ തുണി മുറുക്കി മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെങ്കിലും അത് പുറത്തുവിട്ടിട്ടില്ല. കൊലപാതക സാധ്യത കണക്കിലെടുത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി. കൊല്ലം കമ്മീഷണർ ഓഫീസിന് സമീപമുള്ള കാർക്കൂൾ സ്ഥാപനത്തിന്റെ ഒഴിഞ്ഞ ഭാഗത്താണ് വയോധികന്റെ മൃതദേഹം കണ്ടെത്തിയത്. മുണ്ടക്കൽ സ്വദേശിയും നഗരത്തിൽ ലോട്ടറി കച്ചവടം നടത്തി വന്നിരുന്ന ആളുമാണ് മരിച്ച രാജേന്ദ്രൻ. സ്ഥാപനത്തിലെ സുരക്ഷാ ജീവനക്കാരൻ സ്ഥലത്തെത്തിയപ്പോഴാണ് രാജേന്ദ്രനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതും പോലീസിൽ വിവരം അറിയിച്ചതും. ഭാര്യ മരിച്ചതിനെ തുടർന്ന് ഏകാന്ത ജീവിതം നയിച്ചിരുന്ന രാജേന്ദ്രൻ മക്കളുമായി അകൽച്ചയിലായിരുന്നു. ഏറെ നാളുകളായി കാർക്കൂൾ എന്ന സ്ഥാപനത്തിന്റെ ഒഴിഞ്ഞ ഭാഗത്താണ് ഇയാൾ താമസിച്ചിരുന്നത്. ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും എല്ലാ സാധ്യതകളും പരിശോധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കൊല്ലം ACP അറിയിച്ചു. News 18 കൊല്ലം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.